നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ BJP മുന്നണിയും പ്രതിപക്ഷമായ കോൺഗ്രസ് മുന്നണിയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണ്. BJP ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിജയം നേടിയതിന് ശേഷം നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി, ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 ആഴ്ചക്കിടെ 7 തവണ തമിഴ്നാട്ടിലും 5 തവണ കേരളത്തിലും പ്രചാരണത്തിനെത്തിയത് BJP ദക്ഷിണേന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ 130 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ 2019 64 സീറ്റ് നേടി. NDA സഖ്യകക്ഷികൾക്കിതിൽ 34 സീറ്റ് ലഭിച്ചിരുന്നുള്ളൂ. ഉത്തരേന്ത്യയിലെ ശക്തി കേന്ദ്രങ്ങളായ UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത്തവണ കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയില്ല എന്നൊരു കണക്കുകൂട്ടലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഉദ്ദേശിച്ച വിധം നടപ്പാക്കാൻ കഴിയും എന്ന് BJP കരുതുന്നുണ്ട്. ഇതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ വിധം പ്രസക്തമാകുന്ന അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന സന്ദേഹം ഉയരുന്നു. BJP നേതൃത്വത്തിൻ്റെ ഉള്ളിലിരിപ്പറിയാവുന്ന സ്വതന്ത്ര നിരീക്ഷകർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഓരോ ജനസംഖ്യാ കണക്കെടുപ്പിനും ശേഷം ലോക്സഭാ മണ്ഡലങ്ങളും സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പുനർനിർണയിക്കണമെന്ന ഭരണഘടനാ വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയാൽ ഈ ആശങ്ക യാഥാർത്ഥ്യമാകും. ഇന്ത്യൻ ഭരണഘടനയുടെ 82, 170 എന്നീ അനുച്ഛേദങ്ങളാണ് 10 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഓരോ സെൻസസിന് ശേഷവും മണ്ഡലങ്ങളുടെ എണ്ണവും അതിർത്തികളും പുനർനിർണയിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. ഈ കണക്കിനെ അടിസ്ഥാനമാക്കി ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഫോർമുല അനുസരിച്ചാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതവും നിശ്ചയിക്കുന്നത്. ഇതനുസരിച്ച് 51ലെയും 61ലെയും 71ലെയും സെൻസസിന് ശേഷം മണ്ഡല പുനർനിർണയം നടത്തി. മണ്ഡലങ്ങളുടെ എണ്ണം 71ലെ സെൻസസിന് ആനുപാതികമായി നിലനിർത്തിക്കൊണ്ട് പുനർനിർണയ പ്രക്രിയ മരവിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചിരുന്നു. 76-ൽ അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് പാസാക്കിയ 42ാം ഭരണഘടനാ ഭേദഗതി 2000 വരെ തൽസ്ഥിതി തുടരാൻ വ്യവസ്ഥ ചെയ്തു. പിന്നീട് 2001ലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ വർഷം മണ്ഡലങ്ങൾ പുനർനിർണയിച്ചെങ്കിലും ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയില്ല. ഒരു സംസ്ഥാനത്തിനും കൂടുതൽ ലഭിക്കുകയോ ആർക്കും നിലവിലുള്ള മണ്ഡലങ്ങൾ നഷ്ടമാവുകയോ ചെയ്തില്ല. എന്നാൽ ഓരോ സംസ്ഥാനത്തിനകത്തും മണ്ഡലാതിർത്തികളിൽ മാറ്റം വന്നു. അടുത്ത സെൻസസിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 2026-ൽ മണ്ഡല പുനർനിർണയം നടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിലനിർത്തിക്കൊണ്ട് മണ്ഡല വിഭജനം നടത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ 80 സീറ്റുള്ള UPക്ക് 11 കൂടി ലഭിക്കും. ആകെ സീറ്റുകൾ 91 ആകും. 40 സീറ്റുള്ള ബീഹാറിൽ 50 ആകും. 25 സീറ്റുള്ള രാജസ്ഥാനിൽ 31 സീറ്റുകളും 29 സീറ്റുള്ള മധ്യപ്രദേശിൽ 33 സീറ്റുകളുമാകും. അതേസമയം ഇപ്പോൾ 39 സീറ്റുള്ള തമിഴ്നാടിന് 8 സീറ്റ് നഷ്ടമായി 31 ആകും. 20 സീറ്റുള്ള കേരളത്തിനും 8 സീറ്റ് നഷ്ടപ്പെടും. ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും കൂടി 8 പോയി കിട്ടും. 28 സീറ്റുള്ള കർണാടകത്തിനും 2 കുറയും. സീറ്റുകളുടെ എണ്ണം 71ലെ ജനസംഖ്യ അനുപാതത്തിൽ വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ആകെ സീറ്റുകൾ 848 ആകുമെന്നാണ് അനുമാനം. അപ്പോൾ UPയിൽ ആകെ സീറ്റുകൾ 143, ബീഹാറിൽ 79, മധ്യപ്രദേശിൽ 52, രാജസ്ഥാനിൽ 50 ആകും. ആന്ധ്രയിലും തെലങ്കാനയിലും കൂടി 12 സീറ്റും തമിഴ്നാട്ടിൽ 10 സീറ്റും കൂടുമ്പോൾ കേരളത്തിൽ മാറ്റമില്ലാതെ 20ൽ തന്നെ തുടരും. കർണാടകയിലെ സീറ്റുകൾ 28ൽ നിന്ന് 41 ആകുകയും ചെയ്യും. ദക്ഷിണേന്ത്യയിലെ ആകെ സീറ്റുകൾ 161 ആകുമ്പോൾ UPയിലെ മാത്രം സീറ്റുകളുടെ എണ്ണം 143 ആകുമെന്ന് ഓർക്കണം.
ഈ മേഖലയിൽ ആധിപത്യമുള്ള പാർട്ടികളുടെ അധികാര കുത്തകയിലേക്കാണ് ഇത് ചെന്നെത്തുക. രാഷ്ട്രീയ അധികാരത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള പങ്കാളിത്തം കുറഞ്ഞത് ഹിന്ദി മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന് ചുരുക്കം. രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 31% വിഹിതം നൽകുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടാൻ ഒരുപക്ഷെ പോകുന്നത്. അധികാരം സന്തുലിതമായി വിഭജിക്കപ്പെടുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ അന്തഃസത്തയ്ക്ക് വിരുദ്ധമാണിതെന്ന വാദം ഇവിടെ ഒരുപക്ഷെ പ്രസക്തമാകുമോ?